തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ ശ്രേഷ്ഠരെ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44-45 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44-45 വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിയെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. അടിയൻ്റെ കുറവുകൾ ഓർക്കരുതേ, കാൽവരി ക്രൂശിൽ അടിയനെ മറിക്കണമേ. സകല മാനവും മഹത്വം യേശുവിന്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44-45 വാക്യങ്ങൾ. ലിൻസി ഒന്നും കൂടെ വായിക്കാൻ മൈക്കിനകത്തൂടെ എല്ലാവർക്കും കേൾക്കത്തക്ക. മൈക്കുള്ള ആരെങ്കിലും. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. 2000 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവ കഥയാണ്. നമ്മുടെ യേശു കർത്താവ് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്തിനാണ് യേശു കർത്താവ് ബുദ്ധിയെ തുറന്നത്? തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന്. പത്രോസൊക്കെ നമുക്കറിയാം, സ്കൂളിൽ പോലും പോയിട്ടില്ലായിരുന്നു. അക്കാഡമിക്കായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും ലഭിച്ചിരുന്ന വ്യക്തിയല്ല. എന്നാൽ യേശു കർത്താവ് ബുദ്ധിയെ തുറന്നാൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ് അവിടെ കാണുന്നത്. യേശു കർത്താവിനെ കൊണ്ട് ബുദ്ധിയെ തുറപ്പിക്കാതെയും ഈ ലോക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ പറ്റുന്ന ഒരു അപകടമുണ്ട്. സഭാപ്രസംഗി 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സഭാപ്രസംഗി 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ. മൈക്കിനകത്തൂടെ വായിക്കാമെങ്കിൽ അതായത് ആ മൈക്ക് ഓരോരുത്തർക്കും കൊണ്ട് വെച്ചിട്ടുണ്ടോ ഓരോ ഞായറാഴ്ച ഞാൻ പറയുന്നത്. ജ്ഞാനിയുടെ ബുദ്ധി അവന്റെ വലത്തു ഭാഗത്തും മൂഢന്റെ ബുദ്ധി അവന്റെ ഇടത്തു ഭാഗത്തും ഇരിക്കുന്നു. അപ്പൊ മനസ്സിലായി, ജ്ഞാനിയുടെ ബുദ്ധി അവന്റെ വലത്തു ഭാഗത്തും മൂഢന്റെ ബുദ്ധി അവന്റെ ഇടത്തു ഭാഗത്തും ഇരിക്കും. അവൻ നടക്കുമ്പോൾ അവന്റെ ബുദ്ധി ക്ഷയിച്ചു പോകും. ഇപ്പം ജിയാ സാക്ഷ്യമൊക്കെ പറഞ്ഞു, സ്കാൻ ചെയ്തതിനെ കുറിച്ചും പറഞ്ഞു. ഇന്ന് മെഡിക്കൽ സയൻസിൽ ഇതുവരെയും ഒരു മനുഷ്യൻ്റെയും ബുദ്ധി സ്കാൻ ചെയ്യുന്ന മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം എൻ്റെ ബുദ്ധി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണോ ഒരു വ്യക്തിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്നാൽ സ്കാനിങ് എങ്ങനെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലതു ഭാഗത്തും മൂഢന്റെ ബുദ്ധി അവൻ്റെ ഇടതു ഭാഗത്തും ഇരിക്കുന്നു. പോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകും. എന്നെക്കുറിച്ച് തന്നെ ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ ബുദ്ധി 38-ാമത്തെ വയസ്സിൽ ക്ഷയിച്ചു പോയി. ഞാൻ പോഷൻ എന്ന് എല്ലാവർക്കും വെളിവായി. അതായത് ഞാൻ ബിസിനസ് തുടങ്ങി. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ആനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അപ്പൻ തന്ന സ്ഥലത്ത് റബ്ബർ കിട്ടാനുണ്ടായിരുന്നു, അതുകൂടാതെ LICയുടെ ഏജൻസി വരുമാനം എനിക്കുണ്ടായിരുന്നു. ഇത്രയും 4 രീതിയിൽ വരുമാനം ഉണ്ടായിട്ട് ഞാൻ സദൃശ്യവാക്യങ്ങൾ
23:4 ചെയ്തു. സദൃശ്യവാക്യങ്ങൾ 23:4. സദൃശ്യം വാക്യം. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. അപ്പം ഞാൻ ധനവാനാകാൻ വേണ്ടി പണിപ്പെട്ടു. എന്നാൽ ധനവാനാകേണ്ടതിന് പണിപ്പെടരുതെന്നും അതിനായിട്ടുള്ള ബുദ്ധി വിട്ടുകളയണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചത് പള്ളിയിൽ എനിക്കാരും പറഞ്ഞു തന്നില്ല, ഒരച്ഛനും പറഞ്ഞു തന്നില്ല, ഒരു തിരുമേനിയും പറഞ്ഞു തന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ധനവാനാകേണ്ടതിന് ആഗ്രഹിച്ചു. ജോലി രാജിവെച്ച് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങി. അത് തുടങ്ങുകയും 7 നില പൊട്ടുകയും ഒരുപോലെ ചെയ്തു. ഇവിടെ എൻ്റെ ബുദ്ധി അത് ക്ഷയിച്ചു പോയി. ഞാനൊരു ഭോഷനായി, ഞാനൊരു മൂഢനായി എല്ലാവർക്കും വെളിവായി. അപ്പം ഇന്ന് നമ്മളൊക്കെ ചിലപ്പം പറയത്തില്ല, ചിലർക്കൊക്കെ വലിയ സന്തോഷമാണ്, അയ്യോ ആ കൊച്ച് നല്ല ബുദ്ധിയുള്ള കൊച്ചാണ്. പക്ഷെങ്കിൽ ഈ ബുദ്ധി ക്ഷയിക്കുന്ന ബുദ്ധിയാണെന്ന് എത്ര പേർക്ക് മനസ്സിലായി? അത് പലർക്കും അറിയത്തില്ല. എന്നാൽ ദൈവവചനത്തിൽ അത് പറയുന്നുണ്ട്, ഈ ബുദ്ധി ക്ഷയിക്കുവാൻ സാധ്യതയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24:25 യേശു കർത്താവ് അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേര് നമുക്ക് നോക്കാം. തിരുവെഴുത്തുകളെ തിരിച്ചറിയാത്തവരെ കർത്താവ് വിളിക്കുന്ന പേര്. ലൂക്കോസിന്റെ സുവിശേഷം 24:25 വാക്യം. യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. മതി. അപ്പം തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ യേശു കർത്താവ് ഇന്നും ബുദ്ധിയെ തുറക്കുന്നവനാണ്. മുമ്പ് ഞാൻ പറഞ്ഞു, 22 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോയി. ഞാൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഒരുങ്ങിയ സമയത്താണ് യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരികയും എൻ്റെ ബുദ്ധിയെ തുറന്നതും. യേശു കർത്താവ് എൻ്റെ ബുദ്ധിയെ തുറന്നത് ഞാനൊരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ല, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികളായിരിക്കുന്ന എത്ര പേർക്കറിയാം, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് യേശു കർത്താവ് ബുദ്ധിയെ തുറക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ബുദ്ധി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എത്ര സുറിയാനി ക്രിസ്ത്യാനികൾക്കറിയാം. ഇന്ന് പലർക്കും അറിയത്തില്ല. തിരുവെഴുത്തുകളെ തിരിച്ചറിയാത്തവരെ കർത്താവ് വിളിക്കുന്ന പേരാണ് ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. നമുക്കറിയാം, ഔട്ടായ 5 കന്യകമാര് ബുദ്ധിഹീനരും മന്ദബുദ്ധികളുമായിരുന്നു. എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും എല്ലാം ആത്മമണവാളനാകുന്ന യേശു കർത്താവിനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത് പുറപ്പെട്ട കന്യകമാരാണ്, വെർജിൻസാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. എന്നാൽ 5 പേര് മാത്രമേ വിളക്കോടുകൂടെ എണ്ണ പാത്രത്തിൽ എടുത്തുള്ളൂ. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ? വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഗ്രഹിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 25:9 വാക്യത്തില് ബുദ്ധിയുള്ളവർ പറയുകയാണ് ബുദ്ധി ഇല്ലാത്തവരോട് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25:9 വാക്യം. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന്. നിങ്ങൾ എണ്ണ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങണം. ഞാൻ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ ഈ പ്രമേയനുണ്ട്. അത് ഈ സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഏവൻഗേലിയൻ വായിക്കുമ്പോൾ ഈ ഭാഗമാണ്, മത്തായിയുടെ സുവിശേഷം 25:1 മുതലുള്ള ഭാഗമാണ് ഏവൻഗേലിയനായിട്ട് വായിക്കുന്നത്, സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷ. അപ്പം അവിടെ പലയിടത്തും ഈ ഭാഗം പറയുന്നത് അവർ കച്ചവടക്കാരുടെ അടുക്കൽ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു എന്നാണ്. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ
എണ്ണ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങണം. എന്താണ് എണ്ണ? 2 കൊരിന്തി 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്തി 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നു ഉള്ളത്. 5 കന്യകമാര് വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയെടുത്തു എന്ന് പറഞ്ഞാൽ അക്ഷരികമായ പാത്രമല്ല. 2 കൊരിന്തി 4:7 പറഞ്ഞതായ മൺപാത്രമാണ്. ഇന്ന് ആ മൺപാത്രവുമായി ഇവിടെ കടന്നു വന്നവർക്ക് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ തരുന്നത് ആരാണെന്നറിയാമോ? അത് സ്വർഗത്തിലെ ദൈവമാണ്, പിതാവാം ദൈവമാണ്. അത് നിക്ഷേപമായിട്ട് തരികയാണ്. 5 കന്യകമാർക്ക് ഈ മൺപാത്രങ്ങളിൽ അവർക്ക് നിക്ഷേപമില്ലായിരുന്നു. അവർ പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെങ്കിൽ അവര് എണ്ണ വിൽക്കുന്നവരുടെ അടുക്കൽ പോകത്തില്ല. ഇതൊരു എണ്ണ വിൽക്കുന്ന ഒരു യൂണിറ്റാണ്. ഇത് മനസ്സിലാക്കിയ ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഇന്നും ഈ എണ്ണ എങ്ങനെയാണ് ഈ മൺപാത്രങ്ങളിലേക്ക് പകരുന്നത്? യോഹന്നാൻ 3:34 വിളിച്ചു പറയുകയാണ്, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമ്പോൾ ദൈവം ആത്മാവിനെ അളവുകൂടാതെ കൊടുക്കുന്നുവെന്ന്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്താൽ അയക്കപ്പെട്ടവരായി ഞാനും നിങ്ങളും ദൈവവചനം പ്രസ്താവിക്കുന്നിടത്ത് ദൈവത്തിന് അടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല. ദൈവം ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുകയാണ്. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് തീയിലും തരുന്ന കർത്താവ് ഇന്നും നമ്മളെ സ്നാനപ്പെടുത്തുവാൻ കടന്നു വന്നിരിക്കുകയാണ്. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടുന്നവ സ്നേഹമതിശയമേ. 22 വർഷങ്ങൾക്ക് മുന്നേ ഞാനും കോലഞ്ചേരിയിൽ എംഐയോനൻ സാറിന്റെ കൂട്ടായ്മയിൽ പോയി വചനം കേട്ടപ്പോൾ എന്നിലും കർത്താവ് എന്ത് ചെയ്തു? ആത്മാവിനെ തന്നു. അങ്ങനെ ഞാനും എണ്ണ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി എൻ്റെ മൺപാത്രമാകുന്ന ഈ ശരീരത്തില് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് എന്തിനാണ്? യേശു കർത്താവിനാൽ ആ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ മൺപാത്രങ്ങളിൽ നിറയ്ക്കുവാനാണ്. നമ്മളോട് ചിലപ്പം ചിലർ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറഞ്ഞു വിട്ടേക്കാം. എന്നാൽ അവർക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ അവരിൽ എണ്ണ നിറയ്ക്കത്തില്ല. കാര്യം ദൈവത്തിൻ്റെ വ്യക്തമായ വചനം പറയുന്നുണ്ട്, ഇന്ന് ആ മൺപാത്രവുമായി കടന്നു വന്നവരിൽ മാത്രമേ കർത്താവ് ഇത് നിറയ്ക്കത്തുള്ളൂ. ഇന്നും അനേകം ആളുകൾ, ഞാനും നിങ്ങളുമൊക്കെ പ്രസംഗം കേൾക്കുന്നവരാണ്. യൂട്യൂബിലൂടെ അനേക പ്രസംഗങ്ങളുണ്ട്. നല്ല ദൈവകൃപയുള്ള ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളുണ്ട്. നമുക്ക് വായിക്കാം 2 തീമോഥെയോസ് 4:3. 2 തീമോഥെയോസ് 4:3. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. അവിടെ പറയുകയാണ്, കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. അതായത് നമുക്കൊക്കെ ചിലരുടെ പ്രസംഗം കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മർക്കോസിന്റെ സുവിശേഷം 6:20 ഹെറോദ രാജാവ് കൂട്ടായ്മയിൽ പോകുമായിരുന്നു. നിങ്ങൾക്കറിയാമോ? ഹെറോദ രാജാവ് കൂട്ടായ്മയിൽ പോയി ഒരാളുടെ വചനം കേൾക്കുന്നത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം. മർക്കോസ് 6:20. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. യോഹന്നാൻ സ്നാപകന്റെ വചനം കേൾക്കുവാനായിട്ട് പോയിരുന്നതായ ഹെരോദാവ് അവന്റെ വചനം സന്തോഷത്തോടെ കേട്ടുപോന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇന്നും അനേകം ആളുകൾ സന്തോഷത്തോടെ വചനം കേട്ടുപോകുന്നുണ്ട്. പക്ഷെങ്കിൽ യാക്കോബിന്റെ ലേഖനം 1:22 അത് വന്നാൽ വലിയൊരു അപകടം കൂടി ഉണ്ട്.
യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. വചനം കേൾക്ക മാത്രം ചെയ്യുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഈ വചനം കേൾക്കുന്നത് പലപ്പോഴും ചെയ്യാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് തന്നിരിക്കുന്നത്. ഈ വചനം കേട്ടിട്ട് ഞാനും നിങ്ങളും അപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ തന്നെ ഈ വചനം ചതിക്കും. അതാണ് വലിയ അപകടം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ഈ വചനം ചതിക്കുവാനിടയായിത്തീരും. ഔട്ടായ 5 കന്യകമാര്, യൂദായ ധനവാന, ഇടത് ഭാഗത്തെ കള്ളന്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അനന്യാസ്, ഇവരാരും എന്ത് ചെയ്തില്ല? വചനം കേട്ടതേ ഉള്ളൂ, അത് ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയാതെ തന്നെ ദൈവമക്കൾക്കറിയാം. 2 തീമോഥെയോസ് 3-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള ഭാഗത്ത്, അതും തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. 2 തീമോഥെയോസ് 3-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മോശയോട് എതിർത്ത് നിന്നതുപോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും ദുർബുദ്ധികൾ, നമ്മൾ ബുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ പറയാണ് അവര് ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. കണ്ടോ, വചനം കേൾക്കുന്ന ഇപ്പം 5 കന്യകമാര്, യൂദ, ധനവാന്, ഇടതുഭാഗത്തെ കള്ളന്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അനന്യാസ്, ഇവരെല്ലാം ആരാണ്? അവര് വചനം കേൾക്കുന്നവരാണെങ്കിലും അവരുടെ ബുദ്ധിയെ യേശു കർത്താവ് തുറന്നില്ല. അവരാരാണ്? അവർ ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. അടുത്തത്, അവർ അധികം മുഴുകുകയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. നമുക്ക് തന്നെ അറിയാം അല്ലേ? 22 കൊല്ലമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വചനം കേട്ടതാണ്. പക്ഷെങ്കില് പലർക്കും ഇത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബുദ്ധികേട് വെളിപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ കൊണ്ട് ബുദ്ധിയെ തുറപ്പിക്കുന്നില്ലെങ്കിൽ വചനം കേൾക്കുന്ന നമുക്ക് അത് ബുദ്ധികേടായിട്ട് അനേകർക്ക് അത് വെളിപ്പെടുവാനായിട്ട് സാധിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. അടുത്ത വാക്യം. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. 2 കൂട്ടരെ അവിടെ പറയുകയാണ്. 1 വെളിച്ച മക്കള്, 2 ഈ ലോക മക്കള്. അതായത് ലോകത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണ് ഈ ലോക മക്കള്. വെളിച്ച മക്കൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാകുന്ന വെളിച്ചം, വചന വെളിച്ചം ലഭിച്ചവരാണ് വെളിച്ച മക്കള്. എന്നാൽ ഈ 2 പേരില് ആർക്കാണ് ബുദ്ധി ഏറിയവർ? ലോകപരമായി നോക്കിയാൽ ഈ ലോകത്തിന്റെ മക്കൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, അല്ലേ? ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ പറയത്തില്ല നല്ല ഐക്യമാണ്, എല്ലാ കാര്യം നോക്കിയും കണ്ടും ഒക്കെ ചെയ്യും. എന്നാൽ വെളിച്ച മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ബുദ്ധി കുറവാണ്. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയില് ബുദ്ധിയുള്ള കന്യകയാണ്, ലോകത്തിന്റെ ദൃഷ്ടിയില് ഭോഷണയാണ്. ബുദ്ധിയേറിയ ഈ ലോക മക്കള് ദൈവസന്നിധിയിൽ ദൈവം അവരെ മന്ദബുദ്ധി, ബുദ്ധിഹീന, ബുദ്ധിയില്ലാത്ത കന്യക എന്നാണ് വിളിക്കുന്നത്. 32-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. 32-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. 32-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കെഴുതിയും പോലെ ആകരുത്. നമ്മളൊക്കെ ചിലപ്പം സ്കൂളിലൊക്കെ നമ്മുടെ അധ്യാപകർ നമ്മളെ വിളിച്ചേക്കാം, നീ ഒരു കോവർക്കെഴുതിയാണ്, നീ ബുദ്ധിയില്ലാത്ത കുതിരയാണ്. ഇവിടെ വ്യക്തമായിട്ട് വചനം പറയാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കെഴുതിയും പോലെ ആകരുത്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 34-ാം വാക്യം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ബുദ്ധി പോയി, ബുദ്ധി മടങ്ങി വന്നതിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുകയാണ്. ദാനിയേലിന്റെ പുസ്തകം ഈ4-ാം അധ്യായം 34-ാമത്തെ വാക്യം. കാലം
കാലം കഴിഞ്ഞിട്ട് ആ. നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി ആ. എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. എൻ്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു. നമ്മളൊക്കെ നാടൻ ഒരു ചൊല്ലുണ്ട്, പോയ ബുദ്ധി. കണ്ടോ, ഞാൻ പറയാതെ തന്നെ ആൾക്കാർ പറഞ്ഞു, പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമോ. അതായത് നെബൂഖദ്നേസർ രാജാവിന് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. രാജാവിൻ്റെ ബുദ്ധി പോയത് എപ്പോഴാണെന്നറിയാമോ? വായിക്കാം. ദാനിയേൽ തന്നെ 4:28 അവിടെ രാജാവ് ഉലാത്തിക്കൊണ്ട് പറയുകയാണ്, വലിയ കൊട്ടാരമൊക്കെ പണിത്, കൊട്ടാരമൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ നെബൂഖദ്നേസർ രാജാവ് പറയുന്ന കാര്യം. ദാനിയേൽ 4:28. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിനെ വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. രാജാവ് പറഞ്ഞത് വലിയ കൊട്ടാരമൊക്കെ കണ്ടിട്ട് പറയാം, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് പണിത മഹതിയാം ബാബേലല്ലയോ. ഇന്ന് നമുക്ക് ഇവിടുത്തേക്ക് ഒരു ട്രെൻഡുണ്ട് അല്ലേ, കോടികളുടെ വീട് പണിയുക. എന്നിട്ട് ഈ ദേശത്തെ ഇത്ര കോടി രൂപയുടെ വീട് വേറെ ആരും പണിതിട്ടില്ല, ഇന്നടത്ത് ഇന്നാരാണ് ഈ കോടികളുടെ വീട് പണിത്. ആ പണിത വ്യക്തിയും തന്നെ ചിലപ്പം ആ വീടുമൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ടിട്ട് ചിലപ്പം മനസ്സിൽ പറയും, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി പണിത മഹതിയാം ബാബേലല്ലേ. എന്താ സംഭവിച്ചത്? അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ നല്ല രസമാണ്. പെട്ടെന്ന് തന്നെ നെബൂഖദ്നേസർ രാജാവിന് കാളയെപ്പോലെ പുല്ല് തിന്നുന്നത് അവസ്ഥ കടന്നു വന്നു. 7 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കാണ് അദ്ദേഹം 4:37, ദാനിയേൽ 4:37. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. അപ്പം നെബൂഖദ്നേസർ രാജാവിന് പോയ ബുദ്ധി തിരികെ വന്നു. ഇന്നും അത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പോയ ബുദ്ധി എനിക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നവര്, അവർക്ക് മടക്കി തരുന്നൊരു കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. 111 സങ്കീർത്തനം 11 വാക്യത്തിൽ വിളിച്ചു പറയുന്ന യഹോവ ഭക്തി ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. എന്നാൽ യഹോവ ഭക്തി ആചരിക്കാത്തവർക്കോ? അവനവൻ തന്നെ ചിന്തിക്കുക. സദൃശ്യവാക്യങ്ങൾ 19:8 വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 19 അധ്യായം 8 വാക്യം. ബുദ്ധി സമ്പാദിക്കുന്നവൻ തൻ്റെ പ്രാണനെ സ്നേഹിക്കും. ബുദ്ധി സമ്പാദിക്കുന്നവൻ, വല്ലതും മനസ്സിലായോ? ഇന്ന് അനേകം ആളുകൾ ലോകപരമായ സമ്പാദ്യത്തിന് പിന്നാലെ ഓടുമ്പോൾ ഇന്ന് ബുദ്ധി സമ്പാദിക്കാൻ വേണ്ടി യേശു കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് യഹോവഭക്തി ആചരിച്ച് നല്ല ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറയട്ടെ, പെമ്പിളാരെ കെട്ടിച്ചൂടാൻ 1 രൂപ പോലും കയ്യിലില്ലെങ്കിലും ബുദ്ധി സമ്പാദിച്ചിട്ടുണ്ടോ? നിന്റെ കാര്യങ്ങൾ കർത്താവ് നടത്തിത്തരും. കടഭാരമാണോ? ബുദ്ധി സമ്പാദിച്ചാൽ മതി. യേശു കർത്താവിനെ കൊണ്ട് ബുദ്ധിയെ തുറപ്പിച്ചാൽ മതി. നഷ്ടപ്പെട്ടു പോയ ബുദ്ധിയെല്ലാം മടക്കി തന്ന് ഈ ബുദ്ധിയെ സമ്പാദിച്ചാൽ കിട്ടുന്ന അനുഗ്രഹം വായിക്കാം. 11 വാക്യം, സദൃശ്യവാക്യങ്ങൾ 19:11. വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ചിലരൊക്കെ പറയത്തില്ല, അയ്യോ മുൻകോപിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുണ്ട്, ഭയങ്കര മുൻകോപിയായി. എന്നാൽ വിവേകബുദ്ധി കൊണ്ടാണ് ദീർഘക്ഷമ കിട്ടിയത്. വീണ്ടും അതിന്റെ 13 വാക്യം, സദൃശ്യവാക്യങ്ങൾ 19:13. മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. അങ്ങനെ ആരെങ്കിലും പരസ്യം കൊടുക്കാറുണ്ടോ മാട്രിമോണിയിൽ? ബുദ്ധിയുള്ള പെങ്കൊച്ചായിരിക്കണമെന്ന് അങ്ങനെ വല്ലതും കൊടുക്കുമോ? നമ്മളെ വിദ്യാഭ്യാസമൊക്കെ കേട്ട് കഴിയുമ്പോഴേക്ക് നമ്മൾ പറയത്തില്ല, പിന്നെ അത്രയും ബുദ്ധി ഇല്ലെങ്കിൽ അവൾ അത്രയും പഠിക്കൂ അല്ലേ? ബുദ്ധിയുള്ള ഭാര്യയോ ദൈവത്തിൻ്റെ ദാനം. ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം അനന്യാസും സഫീറായി അവരുടെ ജീവിതത്തിൽ സഫീറാമയ്ക്ക് നല്ല ബുദ്ധിയാണ്. ബുദ്ധി ആമ്പർന്നവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഈ സഫീറാമയാണ്.
അച്ചായ പത്രോസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളല്ലേ, ഇത്രയ്ക്കാണ് സ്ഥലം വിറ്റതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി, അത് മുഴുവൻ തുക ഇതുണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന വിവരമൊന്നും ആർക്കില്ലായിരുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് യേശു കർത്താവിനെ കൊണ്ട് ബുദ്ധിയെ തുറപ്പിക്കാതെ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ യേശുവിനെ കൊണ്ട് ബുദ്ധിയെ തുറപ്പിച്ച പത്രോസിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്നും അനേകം ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യമാണ്. ഇന്നും എൻ്റെ നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്ന യേശു കർത്താവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ആനിയുടെ സാക്ഷ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾ നമ്മുടെ നടുവിൽ കൂടി ഉലാവിക്കൊണ്ടിരിക്കുന്ന യേശു കർത്താവിനോട്, എൻ്റെ കർത്താവേ എൻ്റെ ബുദ്ധി ഒന്ന് തുറക്കണം. എന്തിനാണ് ബുദ്ധിയെ തുറക്കുന്നത്? തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടത്. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, വേദപുസ്തകം വായിക്കാനിരുന്നാൽ വായിക്കോട്ട വരും, ഒന്നും മനസ്സിലാകത്തില്ല, ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശു കർത്താവിനെ കൊണ്ട് ബുദ്ധിയെ തുറപ്പിക്കാൻ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? യേശുവേ, ഇന്ന് എൻ്റെ ബുദ്ധിയെ തുറക്കുന്ന ദിവസമാക്കി മാറ്റണമേ, എനിക്ക് ഈ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ എൻ്റെ ബുദ്ധി ഒന്ന് തുറക്കണമേ. യഹോവ ഭക്തി ആദരിച്ച് നല്ല ബുദ്ധി ഉണ്ടായി എനിക്ക് ബുദ്ധി ഒന്ന് സമ്പാദിക്കുവാൻ ഞാൻ 100% ഉറപ്പോടെ പറയട്ടെ. വായിക്കാം 119 സങ്കീർത്തനം 38 വാക്യം. മുമ്പേ വായിച്ചതിൻ്റെ ഒരു വാക്യം കൂടെ 14 വായിച്ചാറുണ്ടല്ലേ? സദൃശവാക്യങ്ങൾ 19 14 വായിച്ചല്ലോ, വായിച്ചു. ഇനി 119 38 119 119 സങ്കീർത്തനം 38. ഒന്നും കൂടെ ഉറക്കെ വായിക്കാമോ? ദൈവത്തോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. എന്താ മനസ്സിലായത്? എങ്ങനെയാണ് ബുദ്ധി വരുന്നത്? യഹോവ ഭക്തി ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധി. ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ക്രിസ്തീയ സമുദായത്തിൽ ആചരിക്കുന്ന ഭക്തി യഹോവ ഭക്തിയല്ല, ദൈവഭക്തിയല്ല. അമ്മ ഭക്തി, പരിമല ഭക്തി, പുണ്യാളച്ച ഭക്തി, ഇങ്ങനെ അനേക ഭക്തികൾ നമ്മൾ ആചരിക്കുന്നു. അതുകൊണ്ട് നല്ല ബുദ്ധിയൊന്നും കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നതിന് വല്ല മാറ്റമുണ്ടോ? ഇപ്പം വായിച്ചതിന് ഒന്നും കൂടെ വായിക്കണം. 119 സങ്കീർത്തനം 38 വാക്യം. ദൈവത്തോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം. അതിന് വചനത്തെ നിവർത്തിക്കണം. വചനം നിവർത്തിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റുള്ള ഭക്തിയെല്ലാം മാറി യഹോവ ഭക്തി വരും. യഹോവ ഭക്തി ആചരിക്കുമ്പോൾ നല്ല ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു വാക്യം 119 130 119 വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ദൈവവചനത്തിന്റെ വികാസനം അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ഇവിടെ പല മാതാപിതാക്കളും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ തോറ്റുപോയിക്കൊണ്ടിരുന്നത് കുട്ടികളെ കൂട്ടായ്മയ്ക്കകത്ത് കൊണ്ട് ഇരുത്തി ദൈവവചനത്തിന്റെ വികാസനം അവരുടെ അല്പബുദ്ധി മാറ്റി അവരെ ദൈവം എന്ത് ചെയ്തു? ബുദ്ധിമാന്മാരാക്കി. സദൃശവാക്യങ്ങൾ 22:3 കൂടെ വായിക്കാം. സദൃശവാക്യങ്ങൾ 22:3 സദൃശവാക്യങ്ങൾ 22:3. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. ഇന്ന് നമുക്ക് പത്രമൊക്കെ വായിക്കുമ്പോൾ അറിയാം, ആരോ രണ്ടുപേരും തമ്മിൽ വഴക്ക് പിടിച്ചു, കള്ളുകുടിയന്മാർ തമ്മിൽ വഴക്ക് പിടിച്ചു. അല്പബുദ്ധി ആയവൻ എന്ത് ചെയ്തു? വഴക്ക് തീർക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതാ. മറ്റവന് പിച്ചാത്തി കയറ്റി അവനങ്ങ് മരിച്ചുപോയി, അല്ലേ? അപ്പം അല്പബുദ്ധികളെ നേരെ ചെന്നങ്ങ് ഛേദപ്പെടുകയാണ്. നമ്മളൊക്കെ പലരും അല്പബുദ്ധികളല്ലായിരുന്നോ? എന്നാൽ ഇന്ന് യഹോവ ഭക്തി ആചരിച്ച നല്ല ബുദ്ധി നേടിയ ദൈവമക്കളൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7:24 പറയുന്നു, യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനാകുന്നു, അവന്റെ ജീവിതത്തിലേക്ക് അവന് വീഴ്ച സംഭവിക്കത്തില്ല എന്നാ 119 സങ്കീർത്തനം 165 വാക്യത്തിൽ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. 119 99 കൂടെ വായിക്കാം, ഞാൻ അവസാനിപ്പിക്കുക. 119
സങ്കീർത്തനം 99-ാമത്തെ വാക്യം. ആ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഈ യഹോവഭക്തി ആചരിച്ചപ്പോൾ ഞാൻ സകല ഗുരുക്കന്മാരിലും ബുദ്ധിമാനാകുന്നു. ഗുരുക്കന്മാരെക്കാൾ ബുദ്ധി തരുന്ന ഒരു നല്ല കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. 16-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം കൂടെ. 16-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യം. 16-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യം. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ പാടും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കും. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ നടുവിൽ എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിയെ തുറക്കുന്ന, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ബുദ്ധിയെ തുറക്കുന്ന ഒരു നല്ല കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് ആ കർത്താവിനോട് പറയാം. വെളിപ്പാട് പുസ്തകം 3:18 അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇന്ന് എന്നോട് നിങ്ങളോട് ബുദ്ധി പറയുവാൻ, എൻ്റെ നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുവാൻ, ഈ ബുദ്ധി നമുക്ക് സമ്പാദിക്കുവാൻ യേശു കർത്താവിനോട് നമുക്ക് പറയാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞുണ്ണിച്ചാൻ കടന്നു വന്ന് പ്രാർത്ഥിക്കും. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥാപിതാവേ, വീണ്ടും അവിടുത്തെ മക്കളാവുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ഹോളിൽ കടന്നു വന്ന കർത്താവിനെ സ്തുതിപ്പാനും പാടുവാന്, പ്രാർത്ഥിപ്പാന്, തിരുവചനം വായിക്കുവാന്, സാക്ഷ്യം കേൾക്കുവാനൊക്കെ അവിടുന്ന് ഒരവസരം കൂടെ ഒരുക്കി തന്ന വിലയേറിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്ന. എൻ്റെ ദൈവമായ കർത്താവെ, ഈ ഭാഗ്യം അനുഭവിക്കാൻ പറ്റാതെ ഇന്ന് അനേകര് കർത്താവെ പാപത്തിൻ്റെ വഴികളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവകൃപ തന്ന് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നപ്പ. എൻ്റെ ദൈവമായ കർത്താവെ, അവിടുത്തെ മകനിൽ കൂടി അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ വചനത്തെ ഞങ്ങൾ ഓർക്കുകയപ്പ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നുവല്ല കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവെ, ഒരു കാലത്ത് കർത്താവെ ഇതിനൊന്നിനും യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് കർത്താവ് തുറന്നു തന്നതുകൊണ്ട് തിരുവചനം വായിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെയുള്ള അവസരം അവിടുന്ന് ഒരുക്കി തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനിയുടെ ബുദ്ധി ബുദ്ധി ഇടത്തുമാണെന്ന് കേൾപ്പിച്ചിട്ട കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പണം സമ്പാദിക്കേണ്ടതിന് ബുദ്ധി ഉപയോഗിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നുവല്ലോ. അങ്ങനെ ചെയ്താൽ അത് നശിച്ചു പോകുമെന്നും ദൈവത്തിൻ്റെ വചനം ഓർപ്പിച്ചല്ലോ. കർത്താവ് തരുന്ന ബുദ്ധി നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. അപ്പ ഇന്നിവിടെ കടന്നു വന്ന എല്ലാ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ദൈവത്തിൽ നിന്ന് ബുദ്ധി തുറക്കാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്നവർ ബുദ്ധി തുറന്ന് പ്രകാശമുള്ളവരായി പ്രകാശത്തിൽ ജീവിക്കാൻ അവരെ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോനിച്ചായനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായ ദൂത് നൽകി തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. അതുപോലെ സാക്ഷ്യം പറഞ്ഞ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷിച്ചതുപോലെ ജീവിക്കാനും ജീവിക്കുന്നത് പോലെ സാക്ഷിപ്പാനും
കർത്താവ് അവർക്ക് കൃപ നൽകി അവരെ മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലത്തിനും ജീവൻ തന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, പാവങ്ങൾ ക്ഷമിക്കണമേ.